വിളിച്ചു വരുത്തിയതാണ് ഇസ്രാ മിഅ്റാജിന്റെ യാത്രയുടെ ഏറ്റവും അത്ഭുതം. മഹാനായ മൂസ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ചോദിച്ചു, റബ്ബി അരിനീ അൻദുർ ഇലൈക്, അല്ലാഹുവേ നിന്നെ നീ എനിക്കൊന്ന് കാണിച്ചു തരുമോ? ആ ചോദ്യം ഒരു പ്രവാചകന്റെ ചോദ്യമാണ്. ആ ചോദ്യത്തിന് ചില പ്രത്യേകതകളുണ്ട്. നിന്നെ ഞാനൊന്ന് നോക്കട്ടെ എന്നല്ല മൂസ നബി പറയുന്നത്, ഞാൻ നിന്നെ ഒന്ന് കാണട്ടെ എന്ന് പറയുക മാത്രമല്ല മൂസ നബി ചെയ്തത്. റബ്ബി, സീനാ പർവ്വതങ്ങളുടെ താഴ്വാരങ്ങളിൽ കിടക്കുന്ന തുവാ എന്ന് പറയുന്ന പരിശുദ്ധമായ താഴ്വാരത്ത് നിന്നുകൊണ്ട്, ഇന്നത്തെ സീനാ മരുഭൂമിയുടെ ഏകദേശം ഫലസ്തീനിലേക്ക് ചേർന്ന് നിൽക്കുന്ന ആ ഒരു ഭാഗം, അവിടെ നിന്ന് ഫലസ്തീനിലേക്ക് ഒരു 100-200 കിലോമീറ്ററേ കാണൂ ഫലസ്തീൻ ബോർഡറിലേക്ക്. അവിടെ നിന്ന് ഈജിപ്തിൻ്റെ ഖൈറോവിലേക്ക്, സൂയസ് കനാലിലേക്ക് വീണ്ടും ഒരു 600 കിലോമീറ്റർ യാത്ര ചെയ്യണം. സയ്യിദുനാ മൂസ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് സംസാരിച്ചു എന്ന് പറയുന്ന ആ മഹത്തായ മലനിരകൾ കിടക്കുന്ന ഒരു പ്രത്യേകമായ ശാന്തമായൊരു പ്രദേശമാണ്. ഇപ്പോഴും അവിടെ അങ്ങനെയാണ്. ജനവാസങ്ങൾ അധികമില്ല. പട്ടാളക്കാരെ കാണും, കോൺവോയികൾ കാണും, മണൽ ചാക്കുകൾ നിറച്ചു വെച്ച് തോക്കുകളുമായി നിലകൊള്ളുന്ന 100 കണക്കിന് ജവാന്മാർ, പട്ടാളക്കാർ ഇന്നും സീനാ മരുഭൂമിയിൽ ക്യാമ്പ് ചെയ്തിരിക്കുകയാണ്. അത്ര വലിയൊരു സ്ട്രാറ്റജിക്കൽ പൊളിറ്റിക്കൽ റീജിയനാണത്. ഇരിക്കട്ടെ. റബ്ബി അല്ലാഹുവേ, നിന്റെ സംസാരം ഞാൻ കേൾക്കുന്നു റബ്ബേ, എനിക്ക് നിന്നെയൊന്ന് കാണണം എന്ന ആഗ്രഹം വന്നപ്പോ സയ്യിദുനാ മൂസ അലൈഹിസ്സലാം ചോദിച്ച ചോദ്യം ഇങ്ങനെയാണ്. റബ്ബി, എൻ്റെ രക്ഷിതാവേ, അരിനീ, നീ നിന്നെ എനിക്ക് കാണിച്ചു തരികയാണെങ്കിൽ, അൻദുർ ഇലൈക്, എനിക്ക് നിന്നെയൊന്ന് നോക്കാമായിരുന്നു. വെറുതെ എനിക്ക് നോക്കാൻ കഴിയില്ലെന്നറിയാം, നിന്നെ അങ്ങനെ കാണാൻ കഴിയില്ലെന്നും എനിക്കറിയാം റബ്ബേ. പക്ഷേ നീ എങ്ങാനും നിന്നെ എനിക്ക് കാണിച്ചു തരികയാണെങ്കിൽ എനിക്ക് കാണാൻ കഴിയുമല്ലോ. കാരണം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ലാ തുദ്രികുഹുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാർ വഹുവൽ ലതീഫുൽ ഖബീർ. ഒരു കണ്ണിനെ കൊണ്ടും കണ്ടെത്താൻ കഴിയാത്തവൻ, കണ്ണുകളെ കൊണ്ട് തേടിപ്പിടിക്കാൻ കഴിയാത്തവൻ, എന്നാൽ കണ്ണുകളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവനായ അല്ലാഹു. ലാ തുദ്രികുഹുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാർ വഹുവൽ ലതീഫുൽ ഖബീർ. ഐസ് can't reach him. കണ്ണുകൾക്ക് അല്ലാഹുവിനെ കാണാൻ കഴിയില്ല. വഹുവ യുദ്രികുൽ അബ്സാർ, but Allah, he is the one controlling the eyes. കണ്ണുകളെ നിയന്ത്രിക്കുന്നത് അല്ലാഹുവാണ്. കാണാത്തതിനെ കാണിച്ചു കൊടുക്കാനും കണ്ടുകൊണ്ടിരിക്കുന്നതിനെ കാണാതെയാക്കാനും കഴിവുള്ളത് അല്ലാഹുവാണ്. ഇങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സാധനത്തെ കാണാതെയാക്കി തരാൻ അല്ലാഹുക്ക് കഴിയും. നമ്മൾ കാണാത്തതിനെ കാണിച്ചു തരാനും അല്ലാഹുക്ക് കഴിയും. വഹുവൽ ലതീഫുൽ ഖബീർ. He is the subtle and he is the all knowing. എല്ലാം അറിയുന്ന, അതിസങ്കീർണമായതും അറിയുന്നവനാണ് ലത്തീഫായ അല്ലാഹു ജല്ല ജലാലു. അങ്ങനെയാണ് ഖുർആൻ അല്ലാഹുവിനെ പരിചയപ്പെടുത്തിയത്. അതുകൊണ്ട് റബ്ബേ, നീ നിന്നെ എനിക്ക് കാണിച്ചു തന്നാൽ എനിക്ക് നിന്നെ കാണാൻ പറ്റും. അതുകൊണ്ട് നീ എനിക്ക് നിന്നെ കാണിച്ചു തരണം, അപ്പോഴേ എനിക്ക് കാണാൻ കഴിയുള്ളൂ. റബ്ബി അരിനി അൻദുർ ഇലൈക്. അദബുൻ മിൻ സയ്യിദിന മൂസ അലൈഹിസ്സലാം. മൂസ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് കാണിക്കുന്ന അദബാണത്. ഞാൻ നോക്കട്ടെ എന്നല്ല, നീ എനിക്ക് കാണിച്ചു തരികയാണെങ്കിൽ എനിക്ക് കാണാമല്ലോ. കാരണം കണ്ണുകളെ നിയന്ത്രിക്കുന്നത് നീയാണ്, മനസ്സുകളെ നിയന്ത്രിക്കുന്നത് നീയാണ്. മനുഷ്യ ഹൃദയങ്ങൾ അങ്ങനെയാണ്. ഒക്കെയാണ്, എനിക്ക് സൗണ്ട് ഇല്ലാത്ത കുഴപ്പമേ ഉള്ളൂ. ലാ തുദ്രികുഹുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാർ വഹുവൽ ലതീഫുൽ ഖബീർ. സലാമൊക്കെ ഞങ്ങൾ മാക്സിമം നോക്കി.
അല്ലാഹു ജല്ല ജലാലുവിന്റെ മഹത്തായ ഖുദ്റത്തിനെ മനസ്സിലാക്കി തരുന്ന ഒരു ചോദ്യം. അതുകൊണ്ടാണ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു നിലാവുള്ള രാത്രിയിൽ സ്വഹാബിമാരെ മുഴുവനും ഒരുമിച്ച് കൂട്ടിയിട്ടവരോട് ചോദിക്കുകയാണ്. അന്ന് പരിശുദ്ധമായ ആ രാവിൽ പൂനില ഉദിച്ചു നിൽക്കുകയാണ്, പൂർണ്ണചന്ദ്രൻ. നബി ചോദിച്ചു, ഹൽ തുളാറൂന ഫീ റുയത്തിൽ ഖമർ ലൈലത്തുൽ ബദർ. 14-ാം രാവിലെ ഈ പൂർണ്ണചന്ദ്രനെ കാണാൻ സ്വഹാബികളെ നിങ്ങൾ ആർക്കെങ്കിലും തിക്കും തുരക്കും കൂടേണ്ടതുണ്ടോ? നിങ്ങൾ ആർക്കെങ്കിലും മറയുണ്ടോ? ഇന്നാൾ മാറി നിൽക്കട്ടെ എന്നിട്ട് എനിക്കൊന്ന് കാണണം, അയാളൊന്ന് നീങ്ങട്ടെ, അയാളൊന്ന് ഇരിക്കട്ടെ എന്നിട്ട് എനിക്കൊന്ന് കാണണം, അങ്ങനെ വല്ലതും തോന്നുന്നുണ്ടോ? ഇല്ല നബിയേ, ഞങ്ങൾ ഇങ്ങനെ നോക്കിയാൽ കാണുന്നില്ലേ, ഞങ്ങൾ ഓരോരുത്തർക്കും കാണാൻ പറ്റുന്നില്ലേ? കാണുന്നുണ്ടല്ലേ? എന്നാൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇന്നകും സതറൗന റബ്ബകും കമാ തറൗനൽ ഖമറ ലൈലത്തുൽ ബദർ. ഈ 14-ാം രാവിലെ ചന്ദ്രനെ നിങ്ങൾ ഒരു തിക്കും തിരക്കും കൂടാതെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന പോലെ നിങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവിനെ ഒരു തിരക്കും കൂടാതെ നാളെ മഹ്ശറയിൽ വെച്ച്, ആഖിറത്തിൽ വെച്ചുകൊണ്ട് അല്ലാഹുവിനെ റബ്ബ് നിങ്ങൾക്ക് കാണിച്ചു തരും. ആ കാഴ്ചയാണ് സ്വർഗലോകത്തെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ്? അവിടുത്തെ ഹൂറികളോ, അവിടുത്തെ ഭക്ഷണമോ, അവിടുത്തെ സൂഖുൽ ജുമുഅയോ ഒന്നുമല്ല. സ്വർഗത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് അല്ലാഹുവിനെ കാണലാണ്. അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. ദുനിയാവിലെ മനുഷ്യന്റെ കണ്ണാണ് മനുഷ്യനെ ആസ്വദിപ്പിക്കുന്നത്, അല്ലേ? കണ്ണാണ് ഏറ്റവും കൂടുതൽ മനുഷ്യനെ ആസ്വദിപ്പിക്കുന്നത്. അതുകൊണ്ടേ കുട്ടികളെ ഈ മൊബൈൽ അഡിക്ഷൻ വരാൻ കാരണം. ടി വി ആണെങ്കിലും സ്ക്രീനാണെങ്കിലും മൊബൈലാണെങ്കിലും നമ്മുടെ കണ്ണാണ് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? നമ്മുടെ കണ്ണാണ് ആസ്വദിക്കുന്നത്. കണ്ണിൻ്റെ ആസ്വാദനമാണ് നമ്മുടെ ബ്രെയിനിൻ്റെ ആസ്വാദനമായി മാറുന്നത്, അല്ലേ? അല്ലേ മസൂദ് സാഹിബ്? അങ്ങനെയല്ലേ? പുതിയ മൊബൈലെല്ലാം വാങ്ങിച്ച് കയ്യിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിങ്ങ് നോക്കുമ്പോൾ അതിൻ്റെ ക്ലാരിറ്റി, അതിൽ വരുന്ന വീഡിയോ, അതിൽ വരുന്ന പിക്ചർ, ഇത് കാണുമ്പോൾ എന്തോ ഒരു ഭയങ്കര സന്തോഷം വരുന്നില്ലേ? അപ്പം നമ്മൾ നോക്കുന്നത് എവിടെ? നമ്മുടെ ഏത് ഓർഗാനാണ് വർക്ക് ചെയ്യുന്നത്? കണ്ണാണ്, കാഴ്ചയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, തിന്നുന്നുണ്ട്, നമ്മൾ നടക്കുന്നുണ്ട്, കയ്യും കാലും മണക്കുന്നുണ്ട്, അത്രയൊക്കെ ഉണ്ടെങ്കിൽ മണക്കുന്നുണ്ടാകും, കേൾക്കുന്നുണ്ട്, പറയുന്നുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് എന്താ? നമ്മുടെ കണ്ണുകളാണ്, അല്ലേ? അല്ലേ? സംശയമുണ്ടോ? നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് എന്താ? നമ്മുടെ കണ്ണല്ലേ? സ്വർഗലോകത്തിൻ്റെയും ഏറ്റവും വലിയ ആസ്വാദനം ഈ കണ്ണുകൾക്ക് പടച്ചതമ്പുരാനെ അള്ളാഹു കാണിച്ചു തരുന്നു എന്ന് പറയുന്ന മഹാത്ഭുതമാണ്. അത് ദുനിയാവിൽ നടക്കൂല എന്ന് മുസനബിക്കറിയാം, എല്ലാ അമ്പിയായിനും അറിയാം. അതുകൊണ്ട് മുസനബി ഒരു ചോദ്യം ചോദിച്ചു, റബ്ബേ, വേണമെങ്കിൽ നിന്നെ എനിക്ക് കാണിച്ചു തരാൻ കഴിയുമല്ലോ, അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. അല്ലാഹു തആല അല്ലാഹുവിൻ്റെ അസലിയായ ആ ഒരു തീരുമാനത്തിൽ മറ്റൊന്നും വരുത്തിയില്ല. റബ്ബ് തആല പറഞ്ഞു, ലൻ തറാനി, മുസനബിയെ, ഈ ദുന്യാവിൽ വെച്ച് നിങ്ങൾക്ക് എന്നെ കാണുക ഒരിക്കലും സാധ്യമല്ല. മുത്തനബിയെ കൊണ്ടുപോയി അല്ലാഹു. ഇസ്രാ കഴിഞ്ഞ് മിഅ്റാജ്, ആ യാത്രയിൽ ഹബീബായ നബി തങ്ങൾ അല്ലാഹുവിനെ കണ്ടുവോ ഇല്ലയോ? ഉലമാഇന്റെ ഇടയിൽ ചർച്ചയാണ്, സ്വഹാബികൾക്കിടയിൽ ചർച്ചയായിട്ടുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, എല്ലാവരും പറഞ്ഞു കണ്ടു. പക്ഷെ ഒരു വിഭാഗം പറഞ്ഞു ഹൃദയത്തിന്റെ, ഖൽബിന്റെ കണ്ണുകൊണ്ടാണ് കണ്ടത്. ചില സ്വഹാബിമാർ, ഇബ്നു അബ്ബാസ് തങ്ങൾ അടക്കമുള്ളവർ പറഞ്ഞു, അല്ല, കണ്ടു എന്നത് മുഖത്തെ കണ്ണുകൊണ്ട് തന്നെയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, അല്ല, അത് ഖൽബിന്റെ കണ്ണുകൊണ്ടാണ് കണ്ടത്. പക്ഷേ അള്ളാഹുവിൻ്റെ ഹബീബിനെ അള്ളാഹുവിൻ്റെ റസൂല് കണ്ടു എന്നത് സാധ്യമായി എന്നതിൽ തർക്കമില്ല. കണ്ടത് മുഖത്തെ കണ്ണുകൊണ്ടാണോ ഖൽബിൻ്റെ കണ്ണുകൊണ്ടാണോ? ഈ പ്രപഞ്ചത്തെ മുഴുവൻ പടച്ചു പരിപാലിക്കുന്ന കാരുണ്യവാനായ അല്ലാഹു, പരിശുദ്ധരായ ഹബീബായ ലോകത്തിൻ്റെ ഗുരു അർ-റഹ്മത്തുൽ മുഹ്ദാ, കാരുണ്യമായി, കരുണയായി, ഒരു സമ്മാനമായി പടച്ചതമ്പുരാൻ മനുഷ്യരാശിക്കു നൽകിയ ലോകത്തിൻ്റെ ഗുരു നമ്മുടെ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ 7 ആകാശങ്ങളുടെയും പരിധികൾ കടന്ന് വലിയൊരു യാത്ര ചെയ്യിപ്പിച്ച് മുത്തുനബി തങ്ങൾക്ക് വേണ്ടി ഒരു മഖാം, ഒരു സ്ഥാനം അള്ളാഹു തെരഞ്ഞെടുത്ത് ആ സ്ഥാനത്ത് വെച്ച് റബ്ബ് തആലയെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ അള്ളാഹുമായി ലിഖാ ചെയ്തു എന്ന് പറയുന്നത് പോലും നമ്മുടെ ബുദ്ധി കൊണ്ട് വ്യാഖ്യാനിക്കുക സാധ്യമല്ല. ഇത് മുഅ്ജിസത്താണ്. അള്ളാഹു സ്ഥലങ്ങൾക്ക് അതീതനാണല്ലോ, സ്ഥലകാലങ്ങൾക്ക് അതീതനാണല്ലോ. അങ്ങനെയാണെങ്കിൽ മഖ്ലൂഖിന്റെ ഒരു സിഫത്തിൽ നിൽക്കുന്ന ഹബീബായ നബി തങ്ങൾ ഖാലിഖിന്റെ മുതത്വല്ലബാത്തുകളെ, റിക്വയർമെന്റുകളെ എങ്ങനെ മീറ്റ് ചെയ്തു എന്നത് നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാവില്ല. അതുകൊണ്ടാണ് അതിനെ മുഅ്ജിസത്ത് എന്ന് പറയാൻ കാരണം. ഇത് മുഅ്ജിസത്താണ്. ചില വിഷയങ്ങൾ അങ്ങനെയാണ്.